നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ശ്രീകലാമ തകർത്ത് പിടിച്ച് സന്ദീപിന് കല്യാണം ആലോചിക്കാം. അവിടെ താഴെ ഫോട്ടോയും ജാതകക്കുറിപ്പും ഒക്കെ ഒത്തുനോക്കി മാർക്കിടുക ശ്രീകലാമ. നടക്കട്ടെ. കല്യാണം ആലോചിക്കോ, താലി കെട്ടുവോ, പുടവ കൊടുക്കുവോ, എന്ത് വേണമെങ്കിലും നടക്കട്ടെ. എല്ലാ ഒരുക്കങ്ങളും നടത്തിയിട്ട് നോക്കുമ്പോ കല്യാണം കഴിക്കാൻ പയ്യനുണ്ടാവില്ല. കുരുതിക്ക് നേർന്ന് നിർത്തിയിട്ടുള്ള മുട്ടനാടിന് മാലയിടാം, പൊട്ടുകുത്താം, മാലയും കിരീടവും ഒക്കെ ചാർത്താം. അപ്പോഴും താൻ നയിക്കപ്പെടുന്നത് കുരുതിക്കളത്തിലേക്കാണെന്നത് അറിയുന്നില്ല. സന്ദീപിന്റെ വിധിയും ഇതുതന്നെയാണ്. ശ്രീകല അവനു വേണ്ടി കല്യാണാലോചനകൾ നടത്തി അവനെ കതിർമണ്ഡപത്തിലേക്ക് ആനയിക്കാൻ ഒരുങ്ങുമ്പോൾ മൂകാംബിക ക്ഷേത്ര സന്നിധിയിൽ ഞാൻ അവനൊരു കൊലക്കയർ ഒരുക്കുകയാണ്. എന്റെ വഴിയിലെ മറ്റൊരു മുള്ളാണവൻ. ആ മുള്ളിനെ വേരോടെ പിഴുതാൽ മാത്രമേ നമ്മുടെ ഭാവി ജീവിതം സുരക്ഷിതമാകൂ. ഈ വീട്ടിൽ യാതൊരു അവകാശവും ഇല്ലാന്ന് ഓർക്കുന്ന ഓരോ നിമിഷവും എന്നെ മുന്നോട്ട് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് അച്ഛൻ തരുന്ന ഈ ആത്മവിശ്വാസം. അച്ഛനൊപ്പം ഈ വീട്ടിൽ മറ്റൊരു സ്ത്രീയുടെ മകളായി അഭിനയിക്കേണ്ടി വരുന്ന എന്റെ ഗതികേട് എനിക്ക് അറിയും. എന്നെങ്കിലും ഒരു ദിവസം ഈ കാണുന്ന സമ്പത്തിന്റെ എല്ലാ അവകാശി ഞാനായി മാറുമെന്നുള്ള വിശ്വാസത്തിലാ ഞാനിവിടെ കഴിയുന്നത്. എന്റെ ഈ കാത്തിരിപ്പിന് അവസാനം ആവണമെങ്കിൽ സന്ദീപ് ഇല്ലാതാവണം. അതിനെന്ത് സഹായം നൽകാനും ഞാൻ അച്ഛനൊപ്പമുണ്ട്. പക്ഷേ നിന്റെ എല്ലാ ആശങ്കകളും എത്രയും പെട്ടെന്ന് ഇല്ലാതാകും. നീ തന്നെയാണ് ഈ സ്വത്തിന്റെയൊക്കെ ഒരേ ഒരു അവകാശി. നമ്മൾ കെണിയൊരുക്കി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി. ഇത്തവണ പിഴയ്ക്കില്ല. ഏത് ശക്തി വന്ന് മുമ്പിൽ നിന്നാലും നമ്മൾ വിജയിക്കും. ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങൾ കാണുമ്പോ എനിക്ക് ടെൻഷൻ ഇല്ലാതില്ല. അച്ഛന്റെ ഈ ആത്മവിശ്വാസം കാണുമ്പോഴാ എനിക്കൊരാശ്വാസം. ഇത്തവണ നമ്മൾ വിജയിക്കും. നീ നോക്കിക്കോ. ഒരാൾക്ക് പോലും സംശയം തോന്നാതെ നമ്മളത് നേടിയിരിക്കും. ദേവി, മൂകാംബികെ, ഈ വീട്ടിലെ കലഹങ്ങളുടെ എല്ലാം മൂല കാരണം ഞാനാണെന്ന് തോന്നുന്നു. എനിക്കൊരു മുക്തി ഉണ്ടായാൽ എല്ലാം ശരിയാകുമെന്ന് എനിക്ക് തോന്നുന്നു. ദേവി എന്നെ അതിനെ അനുഗ്രഹിക്കണം. ഈ വീട്ടിൽ സമാധാനം വരണം. മൂകാംബികെ, പിന്നെ ഞാൻ മൂകാംബിക ദേവിയെ കണ്ടു. ദൂരെ എവിടെയോ നിന്ന് എന്നെ കയ്യാട്ടി വിളിക്കുക. ഞാൻ വ്യക്തമായിട്ട് കണ്ടു. അത് ദേവി തരുന്നൊരു സൂചനയാ. ദേവി നമ്മൾ അങ്ങോട്ട് വിളിക്കുവോ? ദേവിയുടെ സന്നിധിയിലേക്ക് ചെല്ലാനുള്ള ക്ഷണം അതെല്ലാവർക്കും കിട്ടുന്നതല്ല. അപ്പോ ദേവി എന്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടെന്നർത്ഥം. ദേവി കൈയാട്ടി വിളിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് പോണം. ഒരു ഉപേക്ഷയും വിചാരിക്കരുത്. ഞാനോ? സ്വന്തം കാലിൽ നിൽക്കാൻ പോലും കഴിയാത്ത ഞാനെങ്ങനെ അത്രയും ദൂരം പോവാന്? അതൊന്നും എനിക്കറിയില്ല. ഒരു കാര്യം എനിക്കറിയാം, എല്ലാരും പറയുന്നതാ, ദേവി എല്ലാരെയും അങ്ങോട്ട് ക്ഷണിക്കില്ല. അവിടെ എത്താൻ അർഹതയുള്ളവരെ മാത്രമേ ദേവി വിളിക്കാറുള്ളൂ. ദേവിയുടെ വിളി കിട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് പോണം. എന്ത് പ്രയാസം ഉണ്ടായാലും ഇതാണ് ശരിയായ സമയം. നീ ഇതാരോടും പറയണ്ട. എനിക്കിങ്ങനെ ദേവിയുടെ ഉൾവിളി ഉണ്ടെന്നോ മറ്റോ ഗോപു അറിഞ്ഞാൽ അതിനുവേണ്ടി ഒരുങ്ങി ഇറങ്ങും. ദേവി, അമ്മേ മഹാമായേ, അമ്മേ മഹാമായേ, എന്നെ വിളിക്കേണ്ടത് മൂകാംബികയിലേക്കല്ല, അതിലും മുകളില് അവിടുത്തെ സന്നിധിയിലേക്കാ. ആ വിളി വരുമ്പോഴാ എനിക്ക് സമാധാനം വരുന്നത്. അമ്മേ ദേവി,
അമ്മായി